ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ. അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് കിടക്കാം അല്ലേ? ഇപ്പോൾ പ്രാക്ടിക്കലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെർനിയർ കാലിപ്പേഴ്സ് ആണ്. വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും പഠിക്കാറുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ കാലിപ്പേഴ്സ്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഇത് ക്വസ്റ്റ്യനിലൂടെയാണ് പഠിക്കുന്നത്. കുറച്ച് തിയറി, ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കുറച്ചാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിനെപ്പറ്റി കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എല്ലാം ഒരേ രീതിയിലാണ്. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. കുറെ ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട്, കുറെ ടൈപ്പോസിങ് കൊണ്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടാൽ ഐ എം ഗ്യാരണ്ടി ദാറ്റ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ബിഗിൻ വെർനിയർ കാലിപ്പേഴ്സ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ ദ വെർനിയർ കാലിപ്പേഴ്സ് ക്യാൻ മെഷർ 0.01 സെന്റിമീറ്റർ അല്ലെങ്കിൽ എത്രയാണ് 0.01 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മില്ലിമീറ്റർ. 0.1 മില്ലിമീറ്റർ അല്ലേ? ഇതിനുള്ള വിളിക്കുന്നത് വേറെ 0.1 മില്ലിമീറ്റർ. രണ്ട് രീതിയിലാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു മെഷർമെന്റ് ആണ് 0.01 സെന്റിമീറ്റർ. ഇതിനെക്കാട്ടിൽ കുറഞ്ഞൊരു വാല്യൂ ഇതിന് മെഷർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ചെറിയ വാല്യൂ ഇതിന് മെഷർ ചെയ്യാൻ പറ്റുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന് വായിക്കാൻ പറ്റുന്നത് 0.02 സെന്റിമീറ്റർ ആണ്. പിന്നീട് 0.03 വായിക്കാൻ പറ്റും. 0.01 സെന്റിമീറ്റർ ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ വെർനിയർ കാലിപ്പേഴ്സ് ക്യാൻ മെഷർ. സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ്. അപ്പൊ സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സിന് ഏറ്റവും ചെറിയ ലെന്ത് വായിക്കാൻ പറ്റുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കാൻ പറ്റുന്നത് 0.02 സെന്റിമീറ്റർ ആണ്. പിന്നെ 0.03 സെന്റിമീറ്റർ വായിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കുറവ് 0.01 സെന്റിമീറ്റർ ആണ് വായിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു മെഷർമെന്റ് വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്താണ്? ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന് ഏറ്റവും ചെറിയ വാല്യൂ വായിക്കാൻ പറ്റുന്നത് ഏതാണോ അതാണ് ലീസ്റ്റ് കൗണ്ട്. ഇപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് 0.01 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പേഴ്സിന് ഏറ്റവും ചെറുത് 0.01 സെന്റിമീറ്റർ വായിക്കാൻ പറ്റും. ഇനി നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന 15 സെന്റിമീറ്റർ സ്കെയിലില്ലേ, അതായത് നമ്മുടെ യൂണിറ്റ് സ്കെയിൽ എന്ന് പറയും, അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? അതിന് ഏറ്റവും ചെറിയ റീഡിംഗ് വായിക്കാൻ പറ്റുന്നത് 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 മില്ലിമീറ്റർ ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. കാരണം അതിന് 1 മില്ലിമീറ്റർ വരെ വായിക്കാൻ പറ്റും. അതായത് 0.1 സെന്റിമീറ്റർ വരെ വായിക്കാൻ പറ്റും. അതിനെക്കാട്ടി കൂടുതൽ പിന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കുറവ് 1 മില്ലിമീറ്റർ വരെ വായിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മുടെ യൂണിറ്റ് സ്കൂളിൽ ഉപയോഗിക്കുന്ന സ്കെയിലിന് ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.1 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കണം. ഇനി സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ്. ഒരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതായത് നിങ്ങൾ ഒരു വെർനിയർ കാലിപ്പേഴ്സ് ഗൂഗിൾ അടിച്ച് നോക്കുക. ഞാൻ പിന്നെ എന്റെ ഫോട്ടോ കാണിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് എടുത്താൽ 2 സ്കെയിൽ ഉണ്ട്. ഒരു 2 സ്കെയിൽ ഉള്ളതാണ് വെർനിയർ കാലിപ്പേഴ്സ്. ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. അപ്പോൾ ഈ മെയിൻ സ്കെയിൽ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സ്കൂൾ ഉപയോഗിക്കുന്ന 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഇല്ലേ, അതാണ് ഈ മെയിൻ സ്കെയിൽ. താഴത്താണ് വെർനിയർ സ്കെയിൽ. ഓക്കെ, ഇതാണ് മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ യൂണിറ്റ് സ്കെയിൽ ആണ്. ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് പറയൂ. ഞാൻ നേരത്തെ പറയാം 1 മില്ലിമീറ്റർ ആണ്. ഈ മെയിൻ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ് 1 മില്ലിമീറ്റർ. സാധാരണ കേസിലും മെയിൻ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആയിരിക്കും. സാധാരണ നമ്മൾ സ്കൂൾ ഉപയോഗിക്കുന്ന 15 സെന്റിമീറ്റർ സ്കെയിൽ, അതാണ് നമ്മൾ മെയിൻ സ്കെയിൽ ആയിട്ട് ഉപയോഗിക്കുക. ഈ വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ വെർനിയർ കാലിപ്പേഴ്സിന്റെ ക്വസ്റ്റ്യനിൽ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് ആയിരിക്കും. മെയിൻ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാറില്ല. അത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുമില്ല. സാധാരണ ലീസ്റ്റ് കൗണ്ട് ചോദിച്ചാൽ ഈ വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. പിന്നെ മെയിൻ സ്കെയിലിന് ലീസ്റ്റ് കൗണ്ട് പറഞ്ഞു, അത് 1 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് കേസിൽ. ഇല്ലെങ്കിൽ നാം പറഞ്ഞത് എങ്ങനെ ചെയ്യാം, പുട്ട് ഫോർവേഡ് ചെയ്യണമെന്ന്. അപ്പോൾ ലീസ്റ്റ് കൗണ്ടിനെ പറ്റി ഞാൻ വേറൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി തരാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന യൂണിറ്റ് സ്കെയിലില്ലേ, ഇപ്പൊ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന 15 സെന്റിമീറ്റർ സ്കെയിലാണിത്. അപ്പൊ ഇവിടെ ഒരു 0 ഉണ്ട്, പിന്നെ 1 കാണും, ഇവിടെ 2 കാണും, ഇവിടെ 3 കാണും, ഇവിടെ 4 കാണും, ഇവിടെ ഒരു 5 കാണും, ഇവിടെ 6 കാണും, ഇവിടെ 7 കാണും, ഇവിടെ 8 കാണും, ഇവിടെ 9 കാണും. പിന്നെ ഇവിടെ 1 സെന്റിമീറ്റർ ആണ്. ഇത് സെന്റിമീറ്റർ ആയതുകൊണ്ട് 1 സെന്റിമീറ്റർ ആണ്. ആണോ? 0 തുടങ്ങി 1, ഇതാണ് 1 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് 1 സെന്റിമീറ്റർ അല്ലെ? ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് 1 സെന്റിമീറ്റർ. ഇതാണ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത് എത്ര ഡിവിഷൻസ് ഉണ്ട്? 1 സെന്റിമീറ്റർ നമ്മൾ എത്ര ഡിവൈഡ് ചെയ്തു? ഒരു ഡിവിഷൻ, 2 ഡിവിഷൻ, 3, 4, 5, 6, 7, 8, 9, 10 ഡിവിഷൻസ്. അതായത് ഈ 10 ഡിവിഷൻസ് ചേർന്ന് ഉണ്ടാകുമ്പോഴാണ് 1 സെന്റിമീറ്റർ ഉണ്ടാവുക. അപ്പോൾ ഒരു ഡിവിഷൻ എത്രയാണ്?
അതാണ് 1/10 സെന്റിമീറ്റർ ഉണ്ടാവുക. ഒരു ഡിവിഷനാണ് 0.1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ. ഇതെന്താണ്? ഇത് നമ്മുടെ സ്കൂൾ ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ എന്താണ്? ഇതാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ശരിക്കും ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഒരു ഡിവിഷൻ ആണ്. അതായത് ഇതൊരു സ്കെയിൽ എടുത്താൽ 0ന്റെയും ഈ ഒരു പോയിന്റിന്റെയും ഇടയിലുള്ള ഈ ഒരു വാല്യൂ, ഇതാണ് അതിന്റെ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ ഈ ഡിവിഷന് വായിക്കാൻ പറ്റിയ റീഡിംഗ് ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. സാധാരണ ഇതാണ് നമ്മുടെ സ്കെയിൽ. ഈ ഇത് മനസ്സിലാക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡിവിഷന് വായിക്കാൻ പറ്റിയ റീഡിംഗ് ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഡിവിഷന് വായിക്കാൻ പറ്റിയ റീഡിംഗ് ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. ഓക്കെ 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 അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. അതിനൊരു ഫോർമുല ഉണ്ട്. ലീസ്റ്റ് കൗണ്ടിന്റെ ഫോർമുല ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് പഠിക്കുന്നത്, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ഞാൻ ഡിവിഷനെ പറ്റി പറഞ്ഞു. എന്താണ് ഡിവിഷൻസ്, എന്താണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് അല്ലെ? മെയിൻ സ്കെയിൽ ഡിവിഷൻ ഒരു ഡിവിഷൻ ആണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ. വെർനിയർ സ്കെയിൽ ഒരു ഡിവിഷൻ ആണ്. വെർനിയർ സ്കെയിൽ ഒരു ഡിവിഷൻ ആണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ്. ഓക്കെ 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 അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. ഈ ഇത്രയും ഒരു ഡേറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ഒരു ഡേറ്റ വെച്ച് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കടാ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 9/10 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇങ്ങോട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ അവിടെ. അപ്പോൾ 9/10 മെയിൻ സ്കെയിൽ ഡിവിഷൻ എഴുതി. മെയിൻ സ്കെയിൽ ഡിവിഷൻ കോമൺ എടുത്തു. 1 മൈനസ് 9/10 എന്ന് എഴുതി. ദാറ്റ് മീൻസ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു 1/10 എന്ന് എഴുതി. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ, മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷൻ ഞാൻ പറഞ്ഞു. അതാണ് മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷനാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മെയിൻ സ്കെയിൽ സാധാരണ കേസിൽ മെയിൻ സ്കെയിലിന്റെ ഡിവിഷൻ നമ്മൾ പറയാം. മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ ആയിരിക്കും സാധാരണ കേസിൽ, കാരണം അതാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് 1/10 ഇൻറ്റു 1 മില്ലിമീറ്റർ, ദാറ്റ് മീൻസ് 0.1 മില്ലിമീറ്റർ. 0.1 മില്ലിമീറ്റർ ഓർ 0.01 സെന്റിമീറ്റർ. ഇത് തന്നെയല്ലേ ഈ ഒരു വാല്യൂവും സെയിം തന്നെ അല്ലേ? അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പർ കേസിൽ ലീസ്റ്റ് കൗണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് 0.0 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇത്രയും ഒരു ഡേറ്റ വെച്ചാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചത്. മിക്ക ക്വസ്റ്റ്യനും ഈ ലീസ്റ്റ് കൗണ്ടുകളുടെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഈ ഒരു ഫോർമാറ്റിലായി നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ we can do വെർനിയർ കാലിപ്പേഴ്സ് ക്വസ്റ്റ്യൻ. look at these question. In a വെർനിയർ കാലിപ്പേഴ്സ് 20 വെർനിയർ സ്കെയിൽ കോയിൻസ് with 16. This is not സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസ് വിത്ത് 9 മെയിൻ സ്കെയിൽ വന്നേനെ. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 0.01 സെന്റിമീറ്റർ വരൂല. കാരണം 0.01 സെന്റിമീറ്റർ വരണമെങ്കിൽ അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്യാം? 20 വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 16 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 16/20 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 16/20 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ദാറ്റ് മീൻസ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് 16/20. That means 4/20 main scale division, that is equal to 1/5. Main scale division ഇത് കണ്ടോ, each divisions of length 1 millimeter എന്ന് വെച്ചാൽ ഒരു ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ് കൊടുത്തു. ദാറ്റ് മീൻസ് 0.02 സെന്റിമീറ്റർ ആണ് വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ നമ്പർ സി ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ഞാൻ ഇവിടെ മില്ലിമീറ്റർ സെന്റിമീറ്റർ ആക്കി അങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്താൽ നമുക്ക് ഉത്തരം 0.02 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ വെർനിയർ കാലിപ്പേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Let's move to the next question. In a vernier calipers, n+1 divisions of vernier scale coincide with the n divisions of main scale. If one main scale division represent 0.1 millimeter, the vernier constant എന്താ? vernier constant എന്ന് വെച്ചാൽ ലീസ്റ്റ് കൗണ്ട് ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ഫോർമുല
n+1 divisions of Vernier scale, അതായത് n+1 divisions of the Vernier scale division coincide with the n divisions of the main scale. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ n ഡിവൈഡ് ബൈ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. ഇപ്പൊ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് n ഡിവൈഡ് ബൈ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. മെയിൻ സ്കെയിൽ ഡിവിഷൻസ് കോമ എടുത്താൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 1 മൈനസ് n ഡിവൈഡ് ബൈ n+1. മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു n+1 മൈനസ് n ഡിവൈഡ് ബൈ n+1. That means 1 divided by n+1 into main scale division, that is equal to n+1 into main scale division. പറയൂ, ഇവര് പറയുന്നു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 0.1 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് അല്ല. കാരണം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ വരണം. അപ്പൊ ഇത് 1 മില്ലിമീറ്റർ അല്ല, 0.1 മില്ലിമീറ്റർ കൊടുത്തു. 0.1 മില്ലിമീറ്റർ എന്ന് കൊടുത്തു, മില്ലിമീറ്റർ എന്ന് കൊടുത്തു. നമുക്ക് ശരിക്കും സെന്റിമീറ്ററിലാണ് ഉത്തരം വരേണ്ടത്, സെന്റിമീറ്ററിലാണ് ഉത്തരം വരേണ്ടത്. അപ്പൊ ഇത് ഞാൻ സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്തു. സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.01 സെന്റിമീറ്റർ എന്ന് വരും. 1 ഡിവൈഡ് ബൈ 100 n+1 സെന്റിമീറ്റർ ഇസ് ദ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് 1/100 എന്ന് വരുന്ന ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. മനസ്സിലായോ കുട്ടന്മാരെ? മനസ്സിലായോ എങ്ങനെയാ പുട്ട് ഫോർവേഡ് ചെയ്യുക എന്ന്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ 0 ഒരു എന്താ ശരിക്കും എറർ എന്ന് വെച്ചാൽ, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ എറർ എന്ന് വെച്ചാൽ അതെങ്ങനെ ഉണ്ടാവുക? 0 എറർ എങ്ങനെ ഉണ്ടാവുക എന്നറിയാവും? നമ്മളൊരു ഇപ്പൊ വെർനിയർ കാലിപ്പേഴ്സ് കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? അതിന് വിയർ ആൻഡ് ടിയർ സംഭവിച്ചിട്ട് കറക്റ്റ് റീഡിംഗ് തരത്തില്ല. ഒന്നെങ്കിൽ റീഡിംഗ് കൂടാം, അല്ലെങ്കിൽ റീഡിംഗ് കുറയാം. കുറെ നാൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂ, അതിന്റെ മെഷർമെന്റ് വാല്യൂ ഒക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അങ്ങനെ മാറിക്കിടക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കൂടിയ വാല്യൂ കിട്ടാം, അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂ കിട്ടാം. കൂടിയ വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് പോസിറ്റീവ് 0 എറർ ആയിരിക്കും. കുറഞ്ഞ വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് നെഗറ്റീവ് 0 എറർ ആയിരിക്കും. 0 എറർ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് കാരണം ഉണ്ടാവുന്ന എററാണ് 0 എറർ. അത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. നോക്കടാ. അതായത് 0 എറർ എന്ന് വെച്ചാൽ അത് ഇൻസ്ട്രുമെന്റ് കാരണം ഉണ്ടാവുന്ന എററാണ്. ഇൻസ്ട്രുമെന്റ് കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ അലൈൻമെന്റ് തെറ്റിയിട്ട് ഉണ്ടാവുന്ന എററാണ്. അതൊന്നെങ്കിൽ പോസിറ്റീവ് 0 എറർ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് 0 എറർ ആവാം. അപ്പോൾ ഈ പോസിറ്റീവ് 0 എന്ന് വെച്ചാൽ വലിയ വാല്യൂ കാണിക്കും. അതായത് നമ്മുടെ ശരിക്കുമുള്ള വാല്യൂ 7 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ശരിക്കും നമുക്ക് ഏതോ ഒരു സാധനം മെഷർ ചെയ്തപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റർ ആണ് ശരിക്കുള്ളത്. ശരിക്കും 7 സെന്റിമീറ്റർ ആണ്. ഈ പോസിറ്റീവ് 0 എറർ ഉള്ള ഒരു മെഷർമെന്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 7.2 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക. കാരണം ഗ്രേറ്റർ ദാൻ 7 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് ആ വാല്യൂ കിട്ടുക. കാരണം പോസിറ്റീവ് 0 ആകുമ്പോൾ വാല്യൂ കൂടും. ഇനിയിപ്പോൾ നെഗറ്റീവ് 0 എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 6.9 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക. അതായത് 7 സെന്റിമീറ്ററെക്കാട്ടും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കാണുക. അപ്പോൾ ഈ 7 സെന്റിമീറ്റർ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് എറർ പാടില്ല. ഇപ്പൊ 7.2 കിട്ടിയാൽ നമുക്ക് പറയാം അത് 7നെക്കാട്ടി കൂടുതലായതുകൊണ്ട് പോസിറ്റീവ് എറർ ആണ്. പിന്നെ 6.9 7നെക്കാട്ടി കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നെഗറ്റീവ് എറർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ശരിക്കുള്ള വാല്യൂ കിട്ടാൻ 0 എറർ കുറയ്ക്കണം. മനസ്സിലാക്കണം, 0 എറർ പോസിറ്റീവ് ആയാലും 0 എറർ നെഗറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂകൾ കുറയ്ക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് എടുത്ത് ഈ 7.2 സെന്റിമീറ്ററിന്റെ കേസ് എടുക്കുമ്പോൾ ഇതിന്റെ എറർ എത്ര? എറർ ഈസ് +0.2. കാരണം ഈ 7 സെന്റിമീറ്ററിന്റെ കൂടെ +0.2 ആഡ് ചെയ്യുമ്പോഴാണ് 7.2 സെന്റിമീറ്റർ കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇതാണ് അതിന്റെ എറർ എന്ന് വെച്ചാൽ എറർ എപ്പോഴും കുറയ്ക്കണം. അപ്പോൾ 7.2 സെന്റിമീറ്ററിൽ ഈ എററായ പോയിന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കൃത്യം 7 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത നെഗറ്റീവ് 0 എറർ 6.9 ആണ്. ഇതിന്റെ എറർ എത്ര? എറർ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് നെഗറ്റീവ് 0.1 സെന്റിമീറ്റർ ആണ്. കാരണം നെഗറ്റീവ് 0.1 സെന്റിമീറ്റർ ആണ്. കാരണം ഈ 7 സെന്റിമീറ്ററിനൂടെ 0.1 സെന്റിമീറ്റർ കുറയ്ക്കുമ്പോഴാണ് ഈ 6.9 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 എറർ കുറയ്ക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു 0 എറർ എപ്പോഴും കുറയ്ക്കാനുള്ളതാണ്. 0 എറർ കൂട്ടാനുള്ളതല്ല, 0 എറർ കുറയ്ക്കാനുള്ളതാണ്. 6.9 മൈനസ് ഓഫ് -0.1 എന്ന് വെച്ചാൽ എത്ര വരും? 6.9 + 0.1 ദാറ്റ് മീൻസ് 7 സെന്റിമീറ്റർ. കറക്റ്റ് വാല്യൂ കിട്ടിയല്ലോ. കറക്റ്റ് ശരിക്കുള്ള 7 സെന്റിമീറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ 0 എറർ കുറയ്ക്കണം. ഇപ്പൊ പോസിറ്റീവ് 0 ആയാലും നെഗറ്റീവ് 0 എറർ ആയാലും കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നോക്കടാ, ഇതാണ് ശരിക്കും എന്താ എറർ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എറർ 0. ഇവിടെ എറർ ഇല്ല. കാരണം ഈ മെയിൻ സ്കെയിലിന്റെ 0യും വെർനിയർ സ്കെയിലിന്റെ 0യും കോയിൻസൈഡ് ചെയ്ത് രണ്ടുപേരുടെ 0 കോയിൻസൈഡ് ചെയ്താൽ എറർ 0 ആണ്. ഈ പോസിറ്റീവ് 0 എറർ എന്ന് വെച്ചാൽ നമുക്കറിയാം പോസിറ്റീവ് 0യിൽ എക്സ്ട്രാ വാല്യൂ കാണിക്കും. അപ്പോൾ ഈ മെയിൻ സ്കെയിലിന്റെ 0 ഇവിടെയും
വെർണിയർ സ്കെയിലിന്റെ സീറോ ഇവിടെ ആയിരിക്കും. അതായത് ഇഫ് വെർണിയർ സ്കെയിലിന്റെ സീറോ റൈറ്റിലാണെങ്കിൽ, ഏത് മെയിൻ സ്കെയിലിന്റെ സീറോ റൈറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് സീറോ എറർ. നോക്കടാ, ഈ മെയിൻ സ്കെയിലിന്റെ സീറോ ഇവിടെ, വെർണിയർ സ്കെയിൽ സീറോയുടെ ഇവിടെ. അപ്പോൾ മെയിൻ സ്കെയിലിന്റെ സീറോയുടെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ വന്നാൽ വെർണിയർ സ്കെയിലിന്റെ സീറോ മെയിൻ സ്കെയിലിന്റെ റൈറ്റ് സൈഡിൽ വന്നാൽ അത് പോസിറ്റീവ് സീറോ ആണ് എങ്കിൽ നെഗറ്റീവിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പോൾ മെയിൻ സ്കെയിലിന്റെ സീറോ ഇവിടെയാണ്, വെർണിയർ സ്കെയിലിന്റെ സീറോ അവർ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ അത് നെഗറ്റീവ് സീറോ ആണ്. വാല്യൂ കുറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ വെർണിയർ സ്കെയിലിന്റെ സീറോ മെയിൻ സ്കെയിലിന്റെ റൈറ്റ് സൈഡിൽ വന്നാൽ പോസിറ്റീവ് സീറോ എറർ. വെർണിയർ സ്കെയിലിന്റെ സീറോ മെയിൻ സ്കെയിലിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ അത് നെഗറ്റീവ് സീറോ എറർ ആയിരിക്കും. മനസ്സിലായോ? ഇനി ശരിക്കും നമ്മൾ ഈ മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ട്രൂ വാല്യൂ റിപ്പോർട്ട് ചെയ്യാം? എങ്ങനെയാണ് ഒരു റീഡിംഗ് റിപ്പോർട്ട് ചെയ്യുക? ഒരു റീഡിംഗ് നമ്മളൊരു മെഷർ എടുത്താൽ അതെങ്ങനെ റീഡിംഗ് റിപ്പോർട്ട് ചെയ്യാന്ന് അറിയാമോ? അത് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് -0 എറർ. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ശരിക്കും ഒരു റീഡിംഗ് റിപ്പോർട്ട് ചെയ്യുക. മെയിൻ സ്കെയിൽ റീഡിംഗ് എടുക്കുക, വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് -0 എറർ. ചിലപ്പോൾ എക്സ്ട്രീം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ നമുക്ക് അവർ തരുക മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന് മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ്ങിലോട്ട് മാത്രം, കാരണം മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും അവർ തരിക. ഇപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷന് മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെ ആക്കും? അപ്പോൾ അവർ ക്വസ്റ്റ്യൻ പറഞ്ഞ എങ്ങനെ ആയിരിക്കും? 15 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ എന്ന് പറയും. 15 ഡിവിഷൻസ് ഓൺ മെയിൻ സ്കെയിൽ എന്ന് പറയും. മെയിൻ സ്കെയിലിലെ 15 ഡിവിഷൻസ് എന്ന് പറയും. ഇതാണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇതെങ്ങനെ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് ആക്കാൻ പറ്റും? സാധാരണ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ കേസിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ അത് 1 മില്ലിമീറ്റർ ആണ്. സാധാരണ നമ്മുടെ യൂണിറ്റ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ, സ്കൂൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു, ചിലപ്പം 2 മില്ലിമീറ്റർ എന്ന് പറയും, ചിലപ്പോൾ എന്തോ വേണം ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. അതായത് ഒരു ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. ഒരു ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണെങ്കിൽ 15 ഡിവിഷൻസ് എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 15 മില്ലിമീറ്റർ ആയിരിക്കും. ഇതായിരിക്കും മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആക്കുന്ന പഠിച്ചു. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തന്നിരിക്കുന്ന മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരിക്കലും മെയിൻ സ്കെയിൽ ഡിവിഷൻ കൊണ്ടിടാൻ പാടില്ല. മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിരിക്കണം. അത് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെയിൻ സ്കെയിൽ ആണ്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും, ചിലപ്പോൾ 1 മില്ലിമീറ്റർ ആയിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്ന പോലെ ചെയ്താൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ലല്ലോ. പിന്നെ സീറോ എറർ കുറയ്ക്കണം കൂട്ടണം പഠിപ്പിച്ചതാണ്. ഇനി ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ചോദിക്കാറൊന്നുമില്ല, എന്നാൽ നമുക്ക് വെർണിയർ കാലിപ്പേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റ്യൻ. ദ ഡയഗ്രാം ബിലോ ഷോസ് പാർട്ട് ഓഫ് ദ മെയിൻ സ്കെയിൽ ആൻഡ് വെർണിയർ സ്കെയിൽ. ഇത് മെയിൻ സ്കെയിലും ഇത് വെർണിയർ സ്കെയിലും വിച്ച് ഈസ് യൂസ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ ബോൾ. ശരിക്കും വെർണിയർ കാലിപ്പേഴ്സ് നമ്മൾ മെഷർ ചെയ്ത ഡയമീറ്റർ ആണ്. ഇവർ ചോദിച്ചേക്കുന്നത് ലീസ്റ്റ് കൗണ്ടും റേഡിയസും ആണ്. അതായത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മളൊരു ബോൾ, ഇതാണ് വെർണിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മളൊരു ബോൾ, ഇതൊരു ബോളാണ്. ഈ ഒരു ബോൾ കൊണ്ടുവച്ചാൽ അതിന് ശരിക്കും മെഷർ ചെയ്യാൻ ഡയമീറ്റർ ആണ് അല്ലേ? ഇതിന് ഡയമീറ്റർ മെഷർ ചെയ്യാം. ഒരു ബോൾ കൊണ്ട് ഒരു വെർണിയർ കാലിപ്പേഴ്സിൽ കൊണ്ടുവച്ചാൽ അത് മെഷർ ചെയ്യുക, അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഇതിന്റെ പകുതി എടുക്കുമ്പോൾ മാത്രമാണ് റേഡിയസ് കിട്ടുക. അത് മനസ്സിലാക്കിയാൽ മതി. ഒരു ബോൾ എടുത്ത് വെർണിയർ കാലിപ്പേഴ്സ് കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റേഡിയസ് അല്ല കിട്ടുക, അതിന്റെ ഡയമീറ്റർ ആണ് കിട്ടുക. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ നോക്കണം. ഫൈൻഡ് ദ ലീസ്റ്റ് കൗണ്ട് ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ബോൾ. ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെ അറിയാമോ? എങ്ങനെ പറയൂ? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക നമ്മൾ എത്ര ഡിവിഷൻ കോയിൻസൈഡ് ചെയ്തു എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ വെർണിയർ സ്കെയിൽ എടുത്ത്, വെർണിയർ സ്കെയിൽ ഇതാണ് വെർണിയർ സ്കെയിലിലെ 0. ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 വെർണിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് എത്ര മെയിൻ സ്കെയിൽ? ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ടാവും. 10 വെർണിയർ സ്കെയിൽ ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. സാധാരണ രീതിയായത് ലീസ്റ്റ് കൗണ്ട് വിൽ ബി 0.01 സെന്റിമീറ്റർ. ചെയ്താൽ മതി. ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ 9/10,
മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എം എസ് ടിക്കിനെ കോമൺ എടുത്താൽ 1 - 9/10 ആണ്. ദാറ്റ് മീൻസ് 0.1 മില്ലിമീറ്റർ ആയിട്ടുണ്ട്. 0.01 സെന്റിമീറ്റർ എന്ന് വരും. സാധാരണ ചെയ്താൽ മതി. ഇത് നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് ബർണർ കാലിപ്പേഴ്സ് ആയതുകൊണ്ട് ലീസ്റ്റ് കൗണ്ട് 0.01 സെന്റിമീറ്റർ വന്നു. അപ്പൊ ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇനി രണ്ടാമത്തെ റേഡിയസ് ഓഫ് ദ ബോൾ. അപ്പൊ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് റീഡിങ് ഇങ്ങനെ വായിക്കും. ഇതിപ്പോൾ ഫോഴ്സ് ആദ്യം നമ്മൾ വായിക്കേണ്ടത് ശരിക്കും ആദ്യം മെയിൻ സ്കെയിലിലെ റീഡിങ്, പിന്നെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൈനസ് എറർ. ഇവിടെ എറർ ഒന്നുമില്ല, കാരണം എററിനെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ. എറർ കണ്ടുപിടിക്കാനുള്ള വരിയോ നമുക്കില്ല. എറർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മെയിൻ സ്കെയിൽ റീഡിങ് നമ്മൾ എടുത്താൽ ഇവിടെ 4 സെന്റിമീറ്റർ കഴിഞ്ഞു. 4.1, 4.3. സാർ 4.4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 4.4 ആയിട്ടില്ല. 4.4 നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് വ്യക്തമായിട്ട് 4.1 കാണാം, 4.2 കാണാം, 4.3 കാണാം. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് വെച്ചാൽ 4.3 സെന്റിമീറ്റർ ആണ്. പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അത് ഏത് വെർനിയർ സ്കെയിൽ ഡിവിഷൻ? കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അതായത് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊന്നും കറക്റ്റ് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും കോയിൻസൈഡ് ചെയ്യുന്നില്ല. കറക്റ്റ് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു വാല്യൂ ആണ്. അത് എത്രാമത്തെ വാല്യൂ ആണ്? 0, 1, 2, 3, 4, 5, 6, 7. ഏഴാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യാം. ഏഴാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്ത് ഇന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചു 0.01 സെന്റിമീറ്റർ. ഉത്തരം കിട്ടുക 4.3 പ്ലസ് 0.07. ദാറ്റ് മീൻസ് 4.37 സെന്റിമീറ്റർ. ഇതെന്താണ്? ദിസ് ഈസ് ദ ഡയമീറ്റർ. ഇതാണ് ഡയമീറ്റർ. ശരിക്കും നമുക്ക് ഡയമീറ്റർ ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. ശരിക്കും റേഡിയസ് എന്ന് വെച്ചാൽ 4.37 ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ കറക്റ്റ് നമ്മൾ എന്തിന്റെ രൂപത്തിൽ എഴുതണം? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4.37 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 4 0 3 1 2 1 7 പോയോ? 7 കുത്തി 740 7 ഇല്ലോണ്ടേ 8 8 16 1 0 എത്ര 5 വരും. ദാറ്റ് മീൻസ് 2.185. ഇത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ രൂപത്തിൽ എഴുതണം. നോക്കണം, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് നോക്കണം. ഇവിടെ നോക്കി, ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരാൾ, ഇവിടെ ഡെസിമൽ ആയിട്ട് 2 ആൾ. ശരിക്കും ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പേര് വേണം? ഒരാൾ വേണം. അപ്പോൾ ഇവിടെ കറക്റ്റാണ് നമ്മൾ എഴുതുവാണെങ്കിൽ 4 ഒക്കെ വരും. 4.4 സെന്റിമീറ്റർ ആണ് വരിക. കാരണം ഇത് 3 ഇപ്പുറത്ത് 5-നെക്കാട്ടിൽ വലുതായത് കൊണ്ട് നമ്മളത് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 4.4 സെന്റിമീറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും ഇവിടെ 4.4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4.4 സെന്റിമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2.2 സെന്റിമീറ്റർ ഉത്തരം വരിക. 2. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2.2 വരും. ഉത്തരം 2.2 സെന്റിമീറ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദിക്കാറില്ല, മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ, 0 എറർ ഒന്നും കൂടെ മനസ്സിലാക്കിയാലോ? 0 എറർ ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇൻ വെർനിയർ കാലിപ്പേഴ്സ് വെൻ ബോത്ത് ജോസ് ടച്ച് ഈച്ച് അതർ. അതായത് അതിന് രണ്ട് ജോസ് ടച്ച് ചെയ്യുമ്പോൾ 0 ഓഫ് ദ വെർനിയർ സ്കെയിൽ ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദ മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിന് റൈറ്റിലാണ് എങ്കിൽ ദിസ് ഈസ് പോസിറ്റീവ് 0. നെഗറ്റീവ് കട്ട് ചെയ്തു. കാരണം റൈറ്റ് സൈഡ് എന്നുള്ള ടേം വന്നാൽ നമുക്കറിയാം അത് പോസിറ്റീവ് 0 ആണ്. ലെഫ്റ്റ് സൈഡ് വന്നാൽ നെഗറ്റീവ് ആണ്. അപ്പൊ റൈറ്റ് സൈഡ് വന്ന് പോസിറ്റീവ് 0 ആണ്. ഇനി എങ്ങനെ 0 എറർ കണ്ടുപിടിക്കുന്ന അറിയാം? 0 എറർ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഏത് വെർനിയർ സ്കെയിൽ ഡിവിഷൻ? കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ വെർനിയർ സ്കെയിൽ. ഇപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിന്റെ കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അതായത് ഇത് പറയുന്നുണ്ട് 7th വെർനിയർ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് മെയിൻ സ്കെയിൽ റീഡിംഗ്. അപ്പോൾ 7ാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ 7 കൊടുക്കുക ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്താ? if the one main scale division 1 millimeter and 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇത് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ വേണ്ടിയാണ് 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ആ മെയിൻ സ്കെയിൽ എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ ആണ്. 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഉണ്ട്. അപ്പൊ 10 വെർനിയർ സ്കെയിൽ ഡിവിഷനും 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് വെർനിയർ കാലിപ്പേഴ്സ് ലീസ്റ്റ് കൗണ്ട് 0.01 സെന്റിമീറ്റർ ആയിരിക്കും. 0.01 centimeter. Answer is 0.07 centimeter. Answer is option C with a positive 0 error. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
വെൻ ബോത്ത് ജോസ് ഓഫ് വെർനിയർ കാലിപ്പേഴ്സ് ടച്ച് ഈച്ച് അതർ, അതായത് രണ്ട് ജോസും ടച്ച് ചെയ്യുമ്പോൾ സീറോ മാർക്ക് ഓഫ് ദ വെർനിയർ റൈറ്റ് ടു ദ സീറോ, ദെൻ അഗെയിൻ എറർ 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 ഈസ് പോസിറ്റീവ് എറർ പോസിറ്റീവ് എറർ പോസിറ്റീവ് എറർ. ഫോർത്ത് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ കോയിൻസൈഡിങ്. അപ്പോൾ എറർ കണ്ടുപിടിക്കാൻ കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇപ്പൊ കോയിൻസൈഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ നാലാമത്തെ ഡിവിഷൻസ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ 0.1 മില്ലിമീറ്റർ ഇവിടെ പറയുന്നുണ്ടല്ലോ. 0.1 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. 0.1 millimeter, that means 0.4 millimeter, it's a positive 0.4 millimeter. While measuring the length of the Werner scale division, അതായത് നമ്മൾ ശരിക്കും എങ്ങനെയാണ് മെഷർമെന്റ് എഴുതുക, വാല്യൂ എങ്ങനെ എഴുതുക, മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൈനസ് എറർ. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിംഗ് പറയൂ. ഇതിൽ പറയുന്നത് 15 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ. 15 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ. അതായത് ഒരു മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ ആയിരിക്കും. കാരണം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ട് എടുക്കുക, വേറെ ഒന്നും ഇതിനെ പറ്റി പറയുന്നില്ല. സ്റ്റാൻഡേർഡ് അല്ലാത്തതിനെ പറ്റി പറയാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആക്കി എടുക്കുക. അപ്പോൾ മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ 15 മില്ലിമീറ്റർ ആണ്, 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 15 ഡിവിഷൻസ് എന്ന് വെച്ചാൽ അത് 15 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ സ്കെയിൽ റീഡിംഗ് 15, കാരണം നമ്മൾ ഇതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. അപ്പോൾ തന്നിട്ടുള്ളത് അവർ തന്നേക്കുന്നത് 15 ഡിവിഷൻസ്. മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നു, അതിന് ലീസ്റ്റ് കൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് ആയി. അപ്പോൾ ഇവിടെ 15 മില്ലിമീറ്റർ പ്ലസ് വെർനിയർ സ്കെയിൽ നോക്കണം. 5th ഡിവിഷൻസ് ഓഫ് ദ വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് മെയിൻ സ്കെയിൽ ഡിവിഷൻ. 5th ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ കോയിൻസൈഡ്. അപ്പം ഇവിടെ 5th എഴുതുക ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.1 മില്ലിമീറ്റർ ആണ് മൈനസ് 0.4 മില്ലിമീറ്റർ. ദാറ്റ് മീൻസ് 15 പ്ലസ് 0.5 മൈനസ് 0.4, 15 പ്ലസ് 0.1, that means 15.1 millimeter. അവർക്ക് വേണ്ടത് മില്ലിമീറ്റർ തന്നെ ആയതുകൊണ്ട് 15.1 ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ആൻഡ് വി ഹാവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമന്റ് സെക്ഷനിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. വി ഹാവ് താങ്ക് യു.